രാജ്യം കടന്നു പോകുന്ന സാമ്പത്തികമായിട്ടുള്ള വളരെ ദുസ്സഹമായ വളരെ കഷ്ടം പിടിച്ച അവസ്ഥ വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ്. ഇടക്കാല ബജറ്റ് ആയതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാത്തതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതല്ല കാരണം. അങ്ങനെയുള്ളൊരു വലിയ പ്രഖ്യാപനം, സാമ്പത്തികമായിട്ടുള്ള വലിയ പദ്ധതികളൊന്നും നടത്താനുള്ള ത്രാണിയില്ല. ആ ത്രാണിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ബജറ്റിൽ. ബജറ്റ് വളരെ പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിച്ചു. കാര്യമായിട്ടുള്ള തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ സാമ്പത്തിക പദ്ധതികളോ ഒന്നും പ്രഖ്യാപിക്കാനില്ല. പിന്നെ ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് എക്കണോമിക് സർവേ വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് യഥാർത്ഥ സാമ്പത്തിക ചിത്രം നമുക്ക് വ്യക്തവുമല്ല. ഒരു എക്കണോമിക് സർവേ ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യം ഇന്ന് നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ള പരാധീനത, കഷ്ടപ്പാട് വളരെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പിന്നെ ഇവിടെ ബഷീർ സാഹിബ് പറഞ്ഞ പോലെ വളരെ രാഷ്ട്രീയമായിട്ടുള്ള കുറേ കസർത്തുകളാണ്. ആ കസർത്തുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അടുത്ത ഇലക്ഷൻ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകാവുന്നതാണ്. അതിൽ തെറ്റില്ല, അത് അവരുടെ അവകാശമാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബജറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബജറ്റിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള സാധുതക്ക് നിരക്കുന്നതല്ല. ഉദാഹരണമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, കഴിഞ്ഞ കാലത്ത് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി പറഞ്ഞതായിട്ട് കേട്ടു, ഞങ്ങളൊരു ധവളപത്രം കൊണ്ടുവരും. ഞങ്ങൾ ഗവൺമെൻറ് ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ, ഞങ്ങൾ എന്തൊക്കെ ചെയ്തു. ഇതൊക്കെ വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും അല്ല ജനങ്ങൾ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബജറ്റിൽ പ്രധാനമായിട്ടുള്ള ജനങ്ങളെ സംബന്ധിക്കുന്ന എന്താ ഉള്ളത്? കർഷകർ, വലിയ കർഷകർ സമരം നടന്നു. അവർക്ക് ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു, അവരെ വീണ്ടും അവഗണിച്ചു. അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അതുപോലെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് രാജ്യത്ത് വളരെ രൂക്ഷമാണ്. എന്നിട്ടും ചെറുപ്പക്കാരെക്കുറിച്ച് വളരെ ബജറ്റ് വാചാലമാകുന്നു. ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിച്ചു. അങ്ങനെയുള്ളതായ മേഖലകളിലേക്കൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി വരാൻ പോകുന്ന കാലത്ത് ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ ഒരു അടുത്ത ബജറ്റ് ഞങ്ങൾ തന്നെ അവതരിപ്പിക്കും. അത് ഒരിക്കലും ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വളരെ രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കുത്തി നിറച്ചിട്ടുള്ള ഒരു ബജറ്റാണ് ജനങ്ങൾ. പിന്നെ ഈ കുറച്ച് നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നത് കണ്ടു. കഴിഞ്ഞ ബജറ്റിലും നികുതി ഇളവുകളുണ്ടായിരുന്നു. ആർക്കാ പ്രയോജനപ്പെട്ടത്? വളരെ വലിയ ഭീമന്മാരായിട്ടുള്ള സാമ്പത്തിക ശക്തികൾക്കാണ്. അല്ലാതെ ഇടത്തരക്കാർക്കോ സാധാരണക്കാർക്കോ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. സാധാരണക്കാരെ പൂർണ്ണമായിട്ട് അവഗണിച്ചിരിക്കുന്നു ഈ ഗവൺമെൻറ്. പതിവ് പോലെ ഇപ്പോൾ ഈ ഗവൺമെൻറ് കഴിഞ്ഞ കാലത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, 2028 ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് ഈ ഗവൺമെൻറ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ പറയുന്നത് കേട്ടതല്ല, ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. 2028 വരെ പ്രധാനമന്ത്രി ഗരീബ് അന്ന യോജന, ദരിദ്രർക്കുള്ള ഭക്ഷ്യവിതരണ പദ്ധതി, സൗജന്യ റേഷൻ 2028 വരെ നീട്ടുന്നു. അപ്പോൾ 2028 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് ശക്തിയാകുമ്പോഴും ഇന്ത്യയിലെ 80% ജനങ്ങൾക്കും വിശക്കും എന്നർത്ഥം. അതായത് ഇന്ത്യ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവും, പക്ഷേ അപ്പോഴും പാവപ്പെട്ടവനായിരിക്കും. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ദരിദ്രരായിരിക്കും എന്നല്ലാണല്ലോ വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഈ ബജറ്റിലൊന്നുമില്ല. ഇത് കേവലം തെരഞ്ഞെടുപ്പിനുമുള്ള രാഷ്ട്രീയ കസർത്തായിട്ട് പരിണമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്.